ഓഡിയൻസിൻ്റെ മനസ്സിൽ എന്നും എവർഗ്രീനായി നിൽക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇനി തിരക്കഥ എഴുതുമ്പോൾ ഈ 3 കാര്യങ്ങൾ മറക്കാതിരിക്കുക. 1. ഹാവ് മോട്ടിവേഷൻ. നമ്മൾ തിരക്കഥ എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഘടകം ഇതാണ്. നമ്മൾ എഴുതുന്ന ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ മോട്ടീവ് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് CID മൂസയിലെ ദിലീപ് അവതരിപ്പിച്ച മൂലംകുഴിയിൽ സഹദേവൻ എന്ന കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പോലീസ് ആവുക എന്നതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി അയാൾ കഠിനമായി പ്രയത്നിക്കുമ്പോൾ അയാൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് അയാളെ CID മൂസ എന്ന രൂപത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ എഴുതുന്ന കഥാപാത്രങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടുതൽ ജീവൻ ലഭിക്കും. 2. ഗിവ് ക്യാരക്ടർ ഫ്ലോസ്. ഈ ലോകത്ത് കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. നമ്മൾ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നതിൽ നമ്മുടെ കുറവുകൾക്കും വളരെ നല്ല പങ്കുണ്ട്. ഇതിന് ബാക്കി എന്തിടാ? ഫോർ എക്സാമ്പിൾ, മറവി. ശരിക്കും താക്കോലെടുത്തിട്ടില്ല, മാടമ്പിള്ളിയിലെ മേട പൂട്ടിയിട്ട് താക്കോലെടുക്കാൻ മറന്നിരിക്കണു. ഇതുപോലെ നഹങ്കടിക്ക, കുശുമ്പ് പറയുക, പിറുപിറുക്കുക, അങ്ങനെ പലതും. വേഷം എന്ന സിനിമയിൽ ജഗതി ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം പുറകിൽ നിന്ന് കൊഞ്ഞനം കുത്തുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് കഥയുടെ അവസാനം വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നസ്രാണി എന്ന സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന പള്ളിലച്ചന്റെ കഥാപാത്രം എന്ത് പറഞ്ഞാലും അതിന്റെ അവസാനം ഏത് എന്ന് ചോദിക്കുന്നതും കാണാൻ സാധിക്കും. കാര്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോന്ന്, അയാൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് നോക്കാം. ഇതൊക്കെ കഥാപാത്രത്തിന് വ്യത്യസ്തത കിട്ടാൻ വേണ്ടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓരോ എലമെന്റ്സ് ആണ്. ഇനി ഇതുപോലെ കുറവുകൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മമ്മൂക്കയുടെ അയ്യർ ദി ഗ്രേറ്റ് സിനിമയിലെ പോലെ സ്പെഷ്യൽ എബിലിറ്റീസും ആഡ് ചെയ്യാം. ഇതും നിങ്ങളുടെ കഥാപാത്രത്തെ വ്യത്യസ്തരാക്കുന്നതായിരിക്കും. 3. ഗിവ് ദം പ്രോപ്പർ ക്യാരക്ടർ ആർക്ക്. കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഘടകമാണ് ക്യാരക്ടർ ആർക്ക്. നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു ഘടകം കൂടിയാണ് ക്യാരക്ടർ ആർക്ക്. അതായത് ഇപ്പോൾ എൻ്റെ അഭിപ്രായമായാലും നിങ്ങളുടെ അഭിപ്രായമായാലും ചിന്താഗതികളായാലും ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായി വന്നതല്ല. നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ, പരിചയപ്പെട്ട വ്യക്തികൾ, അങ്ങനെ നമ്മൾ കണ്ടുമുട്ടിയ ഒരുപാട് കാര്യങ്ങളിലൂടെ ഇവോൾവ് ആയി വന്നതാണ് നമ്മൾക്കുണ്ടാവുന്ന മാറ്റം, അല്ലെങ്കിൽ നമ്മളിലെ ഇപ്പോൾ ഉള്ള ചിന്താഗതികൾ. ഇങ്ങനെ ഒരാൾക്ക് ജീവിതത്തിൽ ഇവഞ്ച്വലി ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മാസ്റ്റർ എന്ന സിനിമയിലെ വിജയുടെ കഥാപാത്രം പടം തുടങ്ങുമ്പോൾ 24 അവർ വെള്ളമടിക്കുന്ന ഒരു പ്രൊഫസറായിട്ടാണ് കാണുന്നത്. എന്നാൽ അതുമൂലമുണ്ടാകുന്ന വിപത്തുകൾ ആ കഥാപാത്രത്തെ എങ്ങനെ മാറ്റുന്നു എന്നുള്ളതാണ് കഥയുടനീളം പിന്നീട് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ CID മൂസയിലെ കാര്യവും. CID മൂസയിൽ സഹദേവൻ ആദ്യം പോലീസ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ആ പോലീസ് ആകാൻ വേണ്ടി അയാൾ ശ്രമിക്കുമ്പോൾ അയാൾ നേരിടേണ്ടി വരുന്ന അപമാനങ്ങളും പ്രശ്നങ്ങളുമാണ് അയാളെ പിന്നീട് CID മൂസയിലേക്ക് എത്തിക്കുന്നത്. തന്നെ അപമാനിച്ചവരുടെ മുമ്പിലും തന്നെ കളിയാക്കിയവരുടെ മുമ്പിലും വിജയിക്കണം എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തെ CID മൂസ എന്ന കഥാപാത്രത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. ഇതാണ് ക്യാരക്ടർ ആർക്ക്. നമ്മൾ എഴുതുന്ന കഥാപാത്രങ്ങൾക്ക് എപ്പോഴും ഒരു ക്യാരക്ടർ ആർക്ക് അത്യാവശ്യമാണ്. പ്രോപ്പറായ ക്യാരക്ടർ ആർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രേക്ഷകർക്ക് കഥാപാത്രത്തോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ക്യാരക്ടർ ആർക്ക് ഇല്ലാത്ത കഥാപാത്രങ്ങളെ നമ്മൾ ഫ്ലാറ്റ് ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കും. അവർക്ക് കഥയിൽ വലിയ ഡെപ്തോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസോ ഉണ്ടായിരിക്കുന്നതല്ല. ഇത് ജസ്റ്റ് 3 ടിപ്സ് മാത്രം കേട്ടോ. സ്ക്രീൻ പ്ലേ റൈറ്റിംഗിൽ ഇത് മാത്രമല്ല, ഇനിയും ഒരുപാടുണ്ട്. കൂടുതൽ വിശദമായി അറിയാൻ ജോയിൻ ടിജൂസ് മീഡിയ സ്കൂൾ, where talent meets technique.